കല്ലഞ്ചിറ സംഗമം ഇത്ര ഗംഭീരമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. എത്ര കൊല്ലത്തിന് നല്ല ക്രൗഡ് ഉണ്ട്. സീറ്റ് ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് ഞങ്ങൾക്ക് ഒരാൾക്കാർ പുറത്തൊക്കെയാണ് നിന്നത്. പുലർച്ചെ 5 മണിക്ക് പോലും നമ്മൾ ആരും അറിയില്ലെങ്കിൽ പോലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ അവിടുന്ന് തുറന്നു. താത്ത പറഞ്ഞു വലൈക്കും അസ്സലാം എന്ന് പറയാൻ തുടങ്ങുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പരസ്പരം ആരും അറിയില്ലെങ്കിൽ പോലും ഈ കുടുംബത്തിന്റെ ബന്ധത്തിൽ എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരസ്പരം അറിയാത്ത ആളുകള്, പരിചയമില്ലാത്ത ആളുകള്, ഇത്രയും വലിയൊരു ഹാളിന്റെ ഉള്ളിലുള്ള ആളുകളെ മുഴുവനും മനസ്സിൽ കണ്ടുകാണ്ട് ഇതെല്ലാം നമ്മുടെ കുടുംബങ്ങളാണ്, ഇവരെല്ലാം നമ്മൾ അറിയേണ്ടവരാണ്, കൂടേണ്ടവരാണ് എന്നുള്ള മനസ്സിലുള്ള ആ ഒരു നല്ലൊരു മനസ്സിന്റെ ഒരു ഇതാണ് നമ്മളെല്ലാവരും കണ്ടത്. അതുകൊണ്ട് എല്ലാ ആളുകളും നല്ലൊരു കയ്യടി കൊടുക്കും. സ്വാഗത സമ്മാനം നൽകുന്നത് ആലിപ്പ മാസ്റ്ററാണ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ കുടുംബം നല്ല രീതിയിലൊക്കെ പോകണം. ഇതുപോലെ എല്ലാ രീതിയും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും പൊങ്ങി വരിക, ഫോണിൽ വരിക, സംസാരിക്കാൻ നമുക്ക് സംസാരിക്കാമല്ലോ, തമ്മിൽ കാണാനല്ലേ പറ്റാത്തുള്ളൂ. അപ്പൊ എല്ലാവരും സംസാരിക്കണം, എല്ലാവരും സലാം പറയണം. അപ്പൊ നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാവും. എന്നെ ഇടയ്ക്കലിന് 2 ആൾ വിളിച്ചിരുന്ന്, നിങ്ങൾ എപ്പോഴും സലാം പറയുന്ന ആളാണല്ലോ, നിങ്ങൾ എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ആ ഇടയ്ക്കത്തെ വർത്താനം കണ്ടു. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞു ഞാനാണ് ആള് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളെല്ലാവരും ഇങ്ങനെ വരണം. എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ബിരിയാണി അടിപൊളി ബീഫ് ബിരിയാണി രക്ഷയില്ല. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. വൈകുന്നേരം ചായക്ക് പയമ്പൊരി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. രാവിലത്തെ കുറച്ച് ബാക്കി അതൊന്നും കണ്ടിട്ടില്ല. ബിസ്ക്കറ്റാണ് കിട്ടിയത്. എന്താണെന്ന് അറിയില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോയെന്ന് അറിയില്ല.
അപ്പോൾ എന്തായാലും സ്റ്റേജിലത്തെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വടവലി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൂടിയിട്ട് പോവാം. അപ്പോൾ അതൊക്കെ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. സമ്മാനങ്ങൾ ഇതുവരെ കൊടുത്തു കഴിഞ്ഞിട്ടില്ല. ഇനി ഒരുപാട് കൈയടി കൊടുക്കുക. രണ്ടാം സമ്മാനത്തിനുള്ള നറുക്കെടുപ്പ് നടക്കുന്നു. ആരാണ്? ഷമീർ പറയും. അൻസിഫ് അലി മംഗലശ്ശേരി. കൈപ്പൊക്കുക. അൻസിഫ് അലി മംഗലശ്ശേരി വേദിയിൽ നിന്നിട്ട് സമ്മാനം ഏറ്റുവാങ്ങണം. എത്രയും പെട്ടെന്നുണ്ടോ? അൻസിഫ് അലി മംഗലശ്ശേരി. പേരൊന്നും കൂടി വായിക്കാം. പാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ള കേരളത്തിലുള്ള അൻഷാ സഫിയ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. അൻഷാ സഫിയ അവർക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അവരുടെ പാട്ട് നമുക്ക് പാടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുട്ബോൾ മത്സരത്തില് KG വിദ്യാർത്ഥിനി 1ാം സ്ഥാനം പാട്ട് മത്സരത്തിൽ നേടിയിട്ടുണ്ട്. നമ്മുടെ ജഡ്ജസ് എല്ലാം തന്നെ വളരെ പ്രൊഫഷണലായിട്ട് സമ്മാനം ഫുട്ബോൾ മത്സരത്തിലെ ലെജൻഡിന് സമ്മാനം കൊടുക്കുന്നത് സജാസ് ബാബു, വിവ സ്ഥാപന ഉടമ സജാസ് ബാബു. അദ്ദേഹമാണ് ഈ സംഗമത്തിലെ 50 ആളുകളിൽ നിന്നും നറുക്കെടുത്ത് കിട്ടുന്ന മത്സരത്തിന് സമ്മാനം ഓഫർ ചെയ്തിട്ടുള്ളത്. സംഗമത്തിന് 50 ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുള്ള 50 ആളുകളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് സമ്മാനം കൊടുക്കുന്ന സമ്മാനം ഓഫർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സമ്മാനം കൊടുക്കുന്ന സജാസ് ബാബു, അദ്ദേഹത്തിന്റെ സ്ഥാപനം വിവ ഫുട്വെയർ. ഹലോ. 50 ആളുകളിൽ നിന്നും 5 ആളുകൾക്ക് നമ്മുടെ സജാസ് ബാബു. അപ്പൊ ഈ കൂപ്പൺ എന്താ വെച്ചാല് ഇതിലൊരു പർച്ചേസ് കൂപ്പണാണ് ഉള്ളത്. ഒരു സവാട്ടോ ചെരുപ്പിന്റെ, ലേഡീസ് ചെരുപ്പിന്റെ ഒരു ചെരുപ്പ് നിങ്ങൾക്ക് ആ പർച്ചേസ് കൂപ്പൺ അവിടെ കൊടുത്താൽ എടുക്കാവുന്നതാണ്. സൗജന്യമായിട്ട് എടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക. 50 ആളുകളിൽ നിന്ന് 5 ആളുകളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ശരി. ഫഹീമ പാലക്കുളം. നമ്മുടെ ഈ പരിപാടി ആങ്കർ ചെയ്തിരുന്ന ഫഹീമയാണ് സമ്മാനത്തിന് അർഹരായിട്ടുള്ളത്. സ്വന്തം പിതാവ് ആലിഭാഷ മകളാണ് കേട്ടോ. ലത്തീഫ് ഏറ്റുവാങ്ങുന്നു. നമ്മുടെ യൂത്ത് വിങ്ങിന്റെ സംഘത്തിന്റെ വളരെ നല്ല രീതിയിൽ ഈ പരിപാടി മുഴുവൻ സംഘടിപ്പിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആളാണ് നമ്മുടെ ലത്തീഫ്. നല്ലൊരു കൈയടി കൊടുക്കും. ഈ ലത്തീഫിനെ കുറിച്ച് പറയാനുണ്ട്. കാരണം ഈ ഒരു സംഗതി ഇത്ര നല്ല രീതിയിൽ നടത്താൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വ്യക്തിയാണ് ലത്തീഫ്. ഏതൊരു സംഗതിക്ക് ഉത്തരവുണ്ട്. എല്ലാ ഗ്രൂപ്പിലും അഡ്മിനായിട്ടുണ്ട്. കാരണം എല്ലാ ഗ്രൂപ്പും നിയമിച്ചു പോകണം, വെറുതെ പറയുന്നതല്ല. അപ്പൊ പ്രത്യേക ഒരു കൈയടി കൊടുക്കാം. मेरी
പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും താഴേക്ക് ഇറങ്ങി വടംവലിക്ക് വേണ്ടി ഏരിയ റെഡിയാക്കിയിട്ടുണ്ട് കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.